ഹായ് എല്ലാവർക്കും ഫുഡ് ഫൊറിയയിലേക്ക് സ്വാഗതം. ഇന്ന് ചക്കക്കുരുവും കാന്താരി മുളകും കൊണ്ടുള്ള ഒരു അടിപൊളി ചമ്മന്തിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ അതിലേക്ക് വേണ്ട സാധനങ്ങൾ എടുത്തു വെച്ച് നോക്കാം. ചക്കക്കുരു ഒരു 14 എണ്ണം എടുത്തു വെച്ചിട്ടുണ്ട്. ചെറുതാണത്, അതുകൊണ്ട് 14 എണ്ണം എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഒരു അരമുറി നാളികേരം ചിരകിയത് എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കാന്താരി മുളക് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. നല്ല എരിവുള്ളതുകൊണ്ട് വളരെ കുറച്ചേ എടുത്തിട്ടുള്ളൂ. ചെറിയുള്ളി 3-4 എണ്ണം എടുത്ത് വെച്ചിട്ടുണ്ട്, തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു വെളുത്തുള്ളിയുടെ അല്ലി എടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയും ആവശ്യത്തിന് ഉപ്പും. ഇനി നമ്മൾ ഈ ചക്കക്കുരു ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ അടിഭാഗം കട്ടിയുള്ള ചീനച്ചട്ടിയിലാണ് ഞാനിവിടെ വറുത്തെടുക്കുന്നത്. അടിഭാഗം കട്ടിയുള്ള പാത്രത്തിൽ വേണം നമ്മൾ വറുത്തെടുക്കാൻ, എന്നാലേ അത് നന്നായി നമുക്ക് മുരിഞ്ഞു കിട്ടുള്ളൂ. ലോ ഫ്ലെയിമിലിട്ട് വേണം നമ്മളിത് ചെയ്യാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് അത് കരിഞ്ഞു പോവുകയും ചെയ്യും, ഉൾഭാഗം വെന്തിട്ടും ഉണ്ടാവില്ല. അപ്പം നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് ഒരു 10 മിനിറ്റോളം സമയം എടുത്തിട്ട് വേണം ഇത് ചക്കക്കുരു ഒന്ന് വറുത്തെടുക്കാൻ. ഇങ്ങനെ ഞെക്കി നോക്കിക്കഴിഞ്ഞാൽ അതിങ്ങനെ അമർന്ന് ഞെങ്ങുന്നത് കാണാം, അപ്പോഴാണ് അത് പാകമായി എന്നറിയാം. അപ്പം ഇവിടെ ചക്കക്കുരു ഏകദേശം റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ ചൂടോടുകൂടി തന്നെ ഇതിൻ്റെ തൊലി കളഞ്ഞിട്ട് ചെറിയ കഷ്ണങ്ങളായി നുറുക്കിയിട്ട് വേണം അരച്ചെടുക്കാൻ. അപ്പം ഞാനിവിടെ ചെറിയ കഷ്ണങ്ങളായി നുറുക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇത് ചക്കക്കുരു ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ചിരകി വെച്ച നാളികേരം ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഈ കാന്താരി മുളകാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ കാന്താരി മുളക് നമ്മളിതിൽ അരയ്ക്കുമ്പോൾ ഇതിൻ്റെ കൂടെ നന്നായി അരഞ്ഞു വരില്ല. അപ്പോൾ ഞാനിതൊന്ന് ചതച്ചതിന് ശേഷമാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഈ കാന്താരി മുളക് ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട്. നമ്മൾ ചമ്മന്തി നന്നായി അരക്കിലൊന്ന് ക്രഷ് ചെയ്യുള്ളൂ. ആ സമയത്ത് ഈ കാന്താരി മുളക് അതിൽ ക്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ശരിയായി കിട്ടില്ല. അതുകൊണ്ടാണ് നന്നായി ഒന്ന് ചതച്ചെടുക്കുന്നത്. ഇതേപോലെ തന്നെ ഉള്ളിയും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും കൂടെ ഞാനൊന്നിതിൽ ചതച്ചതിന് ശേഷമാണ് മിക്സിയുടെ ജാറിലേക്ക് ഇടുന്നത്. ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള കറിവേപ്പിലയും ഉപ്പും കൂടെ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് വെളിച്ചെണ്ണയാണ്. അപ്പോൾ ഞാനിതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. വെളിച്ചെണ്ണ നമ്മൾ ഈ അരയ്ക്കുന്ന സമയത്ത് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് നന്നായി മിക്സായി കിട്ടും. അല്ലെങ്കിൽ നമ്മൾ ചമ്മന്തി അരച്ചതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താലും മതി. ഇനി ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ്. ക്രഷ് ചെയ്ത് നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിച്ചാൽ എല്ലാവർക്കും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ അതിൽ കാണുന്ന ബെല്ലൈക്കൺ ഉണ്ട്, അതൊന്ന് പ്രസ് ചെയ്യണം. എന്നാലേ പുതിയ വീഡിയോസ് ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ.